ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ച ചെടിയെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് തൊട്ട് തുടങ്ങാം. അപ്പോൾ സ്റ്റെപ്പുമ്മൽ ഞാൻ കുറച്ച് അരേലിയ പ്ലാന്റും മണി പ്ലാന്റും എല്ലാമാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരുപോലെ മാച്ച് ആവുന്ന ചെടിയെല്ലാം ഞാൻ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഉള്ളത്. അരേലിയും മണി പ്ലാന്റും എല്ലാം ഞാൻ കുഞ്ഞു പോട്ടിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഞാൻ വലിയ പോട്ടിലേക്ക് മാറ്റും. അതുപോലത്തെ ഏകദേശം മാച്ചായ വേറൊരു ചെടി, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് കലാത്തിയ ചെടി. ഇതിൻ്റെ ലീഫ് കണ്ടോ, എന്ത് ഭംഗിയാ, ക്രീമും ഗ്രീനും കൂടെ ആയിട്ട്. ഇത് സ്നേക്ക് പ്ലാന്റ്. വൈറ്റ് പോട്ടിൽ വെച്ച സ്നേക്ക് പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ട മേലെ കുറച്ച് ചകിരിച്ചോറായിട്ട് കൊടുത്തിട്ടുള്ളത്. നനവുണ്ടാവുമല്ലോ. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. നല്ലൊരു എന്തത് സ്റ്റൈല് കാണാൻ. ഇതെന്താപ്പാ, സ്റ്റാർ ഗ്രാസോ അങ്ങനെയായിട്ടും പറഞ്ഞൊരു ചെടിയാണ്. ഞാൻ റൗണ്ട് പോട്ടിൽ വെച്ച് കൊടുത്തു. ഇതെല്ലാം സ്റ്റെപ്പുമ്മൽ കണ്ട ഇങ്ങനെ. ഇത് കലാത്തിയ ചെടി. ഇതിൻ്റെ ഡിസൈൻ നോക്കിയേ, നല്ല സ്റ്റൈല്. ഇവർക്കൊന്നും കൂടുതൽ വെയിൽ വേണ്ട. മണ്ണ് ഡ്രൈ ആകുമ്പോഴേ ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ, അല്ലാതെ ദിവസമൊന്നും ഒഴിച്ച് കൊടുക്കില്ല. അത് കഴിഞ്ഞതാ സിറ്റ് ഔട്ടിലേക്ക് കയറി വൈറ്റ് പോട്ടിൽ ഒരുപോലത്തെ ചെടി നട്ടു കൊടുത്തിട്ട് കണ്ട. ഇതിൽ ചെറിയൊരു പീസ് കൊണ്ട് നട്ടതാണ്. പിന്നെ ഞാൻ കുറേ എണ്ണാക്കി വർദ്ധിപ്പിച്ചു അതിന്. ഇത് അഗ്ലോണിമ. നല്ല രസമില്ലേ വൈറ്റ് പോട്ടിൽ വെച്ചിട്ട് കാണാൻ. ഇവർക്കൊന്നും വെയിൽ വേണ്ട അധികം. വെയിലത്ത് വെച്ചാൽ ഇവരെല്ലാം ഇലകളെല്ലാം കരിഞ്ഞു പോവും. അപ്പം മണ്ണ് നല്ലോണം ഡ്രൈ ആകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലാതെ ദിവസം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും എനിക്ക് പേരറിയില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഉണ്ടെന്ന് പറയും എല്ലാവരും. ഇവിടെ വരുന്നവരെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ചെടിയാണെന്നോ ചോദിക്കലുണ്ട് എൻ്റെ അടുത്ത്. ശരിക്കും ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ പ്ലാന്റ് തന്നെ. എത്ര വർഷമായി അറിയാം? 3-3.5 വർഷമായി ഈ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ട്. ഒരു കുഴപ്പമില്ല. വളം ഞാൻ അതിന് ശേഷം നട്ടതിന് ശേഷം ഞാൻ വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിന്. കണ്ട, അടുത്ത നമുക്ക് സ്റ്റാൻഡിൻ്റെ മേലെ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് ഗോൾഡൻ. ഇതിൻ്റെ അടിയിൽ എൻജോയ് പോത്തോസ്. 2 എണ്ണം ഒരേപോലത്തെ കളറും 2 എണ്ണം ഒരേപോലത്തെ കളറും. ഇതെല്ലാം ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതാണെങ്കിൽ നാളെ വേറെ ആയിരിക്കും സ്റ്റാൻഡുമ്മൽ കൊണ്ടുവെക്കുന്നത്. ചെടികൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും, അതാണ് എനിക്ക് ഇഷ്ടം. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇവർക്കൊന്നും തീരെ വെയിൽ വേണ്ട. ബട്ടർഫ്ലൈനെ പോലത്തെ ഇലകൾ കണ്ട, അതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ ചെറിയൊരു പൂവുണ്ട് കേട്ടോ. ഇതാ നല്ല രസമില്ലേ പൂവാണ്. ഇവർക്കും അധികം വെള്ളം വേണ്ട. മണ്ണ് ഡ്രൈ ആകുമ്പോൾ തന്നെ ഇതിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സന്ധ്യ ആകുമ്പം വൈകുന്നേരം
ഇരുട്ടാകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കും ഇലകൾ. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും, പിന്നെ ഇങ്ങനെ അടഞ്ഞു നിൽക്കും രാത്രിയാകുമ്പോൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ചെടീൻ്റെ. ഇതെന്താണെന്നറിയില്ല, ഇതും ഒരു വൈറ്റ് വരയും കുറിയെല്ലാം ഉള്ളൊരു ചെടിയാണിത്. എന്തായാലും ചെടി കുറേ ഉണ്ട്. കുറച്ചെണ്ണത്തിൻ്റെ പേരറിയാം, കുറച്ചെണ്ണത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇതെൻ്റെ ഒരേ ഒരു ഓർക്കിഡ്. ഞാൻ ഓർക്കിഡ് ചെടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കതിൻ്റെ പരിചരണമൊന്നും അധികം അറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ല. ഇത് കണ്ണൂർ ഒരു സ്ഥലത്ത് പോയപ്പം വാങ്ങിയതാണ്. പക്ഷെ പൂ നല്ല രസമുണ്ട് കാണാൻ. കണ്ട തൈകൾ കുറച്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പുഷ്പോത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് കണ്ണൂർ. ഇത് പിന്നെ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്. ഇതുണ്ടല്ലോ, ഇതിന് ഒട്ടും വെയിൽ വേണ്ട. വെയിലത്ത് തൂക്കിയാൽ ഇത് ഫുള്ള് മഞ്ഞ കളറായി പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ വെച്ചതാണ്. പക്ഷെ ഇത് ഒരുപാട് നീണ്ടു പോയി, കണ്ട താഴത്തേക്ക് എത്തി. കട്ട് ചെയ്യാനായി. ഞാൻ ഹാങ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം വെയിലാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചു. ഇതെല്ലാം എൻ്റെ സിറ്റ് ഔട്ട് ചെടികൾ. ടർട്ടിൽ വെയിൻ എന്നാണ് ഈ ചെടീൻ്റെ പേര്. ഈ ചെടീൻ്റെ പേര് എനിക്കറിയാട്ടോ, പറയാൻ വിട്ടുപോയി. ഒന്നും കൂടെ എൻ്റെ ഈ സൈഡിലായിട്ട് ഒരു പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്, തൂണിന് അരുവത്തായിട്ട്. അഗ്ലോണിമ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കണ്ട. വെയിലധികം വേണ്ടാത്ത ചെടീനെല്ലാം ഞാൻ എടുത്ത് സിറ്റ് ഔട്ട് കൊണ്ടുവെക്കും. ഇടയ്ക്കെടുത്തിട്ട് വെയിലത്ത് വെക്കും, വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെ കൊണ്ടുവെക്കും. കണ്ട സിറ്റ് ഔട്ട് അറേഞ്ച്മെൻറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ സൈഡിലായിട്ടൊരു കള്ളിമുള്ള് ചെടി. ഇതിൽ പൂവൊന്നും പിടിക്കൂല, ഇതിങ്ങനെ ഒരു സ്റ്റൈല്. ഇതിൻ്റെ ഇതുപോലത്തെ ചെറിയ ഇത് കണ്ട, ഇതാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ? ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരും.